പടി ഉണ്ട് ഞാനോട് കണ്ടടി ചോര വീഴുന്നുണ്ടോ നല്ല പേട്ട ഇത് അങ്ങോട്ട് വെക്ക അങ്ങനെ ആദ്യമായിട്ട് അവനെ നമുക്ക് അങ്ങോട്ട് കിടത്തണം. വെള്ളം ഇങ്ങടുത്തെ വെള്ളം വിട്. നമ്മൾ വെട്ടുന്നതിന് മുമ്പ് എപ്പോഴും ഇവനെ ഒന്ന് കുളിപ്പിക്കണം. അതായത് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇവനെ അങ്ങോട്ട് കുളിപ്പിച്ചുണ്ട് അവന്റെ മേളത്തെ അഴുക്കുകളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കണം. അറിയാവുന്നോ എടി? അതേ എന്റെ കുഞ്ഞുനാളില്, അതായത് ഞങ്ങളുടെ കുഞ്ഞുനാളില് ഞാന് ചൂണ്ടയിടാൻ പോകുമായിരുന്നു. അടുത്തുള്ള കായലില് തോട്ടില് അപ്പൊ ചൂണ്ടയിട്ടു ഇത്രയും വലിയ പിന്നെ മുഷി, പിന്നെ കാരി, വരാല്, മുഷിബ്ലാഞ്ചി. മുഷിബ്ലാഞ്ചി ഈ നമ്മുടെ ഈ പാമ്പിന്റെ കൂട്ടിരിക്കുന്ന അതൊക്കെ ഞാനൊരു അരക്കൊട്ട നിറച്ച് മീൻ പിടിച്ചോണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ അമ്മ പറയും എടുത്തോണ്ട് പോടാ, വേണമെങ്കിൽ വെട്ടി തന്നാ കറി വെച്ചരാന്ന്. വെട്ടാൻ എനിക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാനിരുന്ന് ഇത്രയും വെട്ടും. എവള് നോക്കിക്കൊണ്ടിരിക്കും, എവള് ശരീരം അനക്കത്തില്ല, നോക്കിക്കൊണ്ടിരിക്കും. അത്രയും മീനും ഞാൻ വെട്ടുപിടി. അങ്ങനെയാണ് ഞാൻ മീൻ വെട്ട് പിടിച്ചത്. അറിയാവോ? അതായത് ഈ സൈഡിലൂടെ നമ്മള് ഇവനെ ഒന്ന് ചെറുതായിട്ട് തടവി എന്റെ മേള തഴുക്കളെല്ലാം പോടി. അമ്മ ഈ മീൻകറി വെച്ചിട്ട് വേണം എനിക്ക് ആ ചോറും കൂട്ടി മീൻകറിയും കൂടെ ചേർത്ത് ഒരു പിടിയും പിടിക്കാൻ. എന്തോ അപ്പൊ നേരത്തെ പറഞ്ഞ ഡയറ്റ് ഡയറ്റ് അല്ല, നീ പറഞ്ഞു കഴിക്കുന്നില്ല. അത് പിന്നെ മീൻകറിയൊക്കെ വെക്കുമ്പം നമ്മളൊരു തീരുമാനം എടുത്താൽ തീരുമാനത്തിൽ ഉറച്ചിരിക്കണം. അത് ശരിയാ. കഴിക്കുന്നില്ല എന്ന് കഴിക്കുന്നോ? കഴിക്കുന്നില്ല. മാമന് വിഷമാവോന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു നമുക്ക് ഒരു വിഷമവും നീ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാനും മാമനും അച്ഛനും കൂടി ചേർന്ന് ഇന്ന് ഒരു പിടി പിടിക്കുന്നുണ്ട്. എന്നാലും പറഞ്ഞ വാക്ക് നീ മറന്നല്ലോ. നിനക്ക് ബുദ്ധിമുട്ടല്ലേ? ഒന്നുമില്ല. അല്ലെങ്കിലും നമ്മള് പുലിനടക്കാര് അങ്ങനെ വാക്ക് മാറ്റാറില്ല. തീരുമാനിച്ചുറച്ചല്ലോ. എനിക്ക് വേണ്ട. അതെ, കൊറേ കാലമായിട്ട് നീ കളരി പ്രാക്ടീസ് ചെയ്യാത്തോണ്ടേ എന്റെ കുടവേറി ആടി കഴിഞ്ഞു. അത് ശരിയാ. ഇപ്പൊ കുറച്ച് വയറൊക്കെ ഉണ്ട് മാമ. അതാ ഇതൊന്ന് കളയണം. കളയാലോ? എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? അത് വർക്കൗട്ട് ചെയ്യാനൊക്കെ എനിക്ക് എക്സസൈസ് ഒക്കെ അറിയാം ഞങ്ങളുടെ കളരി. എന്നാൽ പെട്ടെന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്? നമുക്കിപ്പോ ഒന്ന് വാം അപ്പ് ചെയ്തിട്ട് ആപ്സിന്റെ കുറച്ച് വർക്കൗട്ട് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് കുറയും. ആണോ? നോക്കാം. മറന്ന് വീഴരുത്. മാമാ, മീനിന്റെ ചുറ്റും ഒരു പൂച്ച ഇങ്ങനെ വട്ടമിട്ട് കറങ്ങുന്നുണ്ടല്ലേ മാമാ? നീ പൂച്ച കളിയാക്കല്ലേ? ഞങ്ങളിവിടെ നിപ്പുണ്ടായിരുന്നു. ഞങ്ങളോ? ഇവിടെ ഇല്ല. ഞങ്ങള് മുറിയില്ലേ? ഞങ്ങളിവിടെ ഇല്ല. ഇല്ലായിരുന്നു. തോന്നിയതാ. മുറി കിടക്കുക ഞങ്ങള്. എന്താ പിന്നെ മാമാ, ഇവിടെ എല്ലാവർക്കും എന്നെ ഒരു പുച്ഛമാ. ആണോ? ഭയങ്കര പുച്ഛം എന്ന് പറഞ്ഞ അയ്യോ. ശരി, അതെ, നമ്മളെ പുച്ഛിക്കുന്നവരെ കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കണം. അതാണ് പുലിനട വീടിന്റെ പാരമ്പര്യം. അതൊക്കെ ഞാൻ അംഗീകരിപ്പിക്കും. നല്ല മണം അല്ലേ മാമാ? ശരി, അതെ, ഈ മീൻ മറക്കുന്ന മണം എങ്ങനെയാ ഇത് വരുന്നതെന്നറിയാം?
നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, നല്ല കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ തേങ്ങ ആട്ടി ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റും. അതെ അതെ. വഴറ്റി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പില്ലയോ മസാല അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് കുഴയ്ക്കും. കുഴച്ചിട്ട് നമ്മളിങ്ങനെ സ്ലൈസായിട്ട് കനം കുറച്ച് വെച്ചേക്കുന്ന ആ മീനിന്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെരട്ടിയിട്ട് ഇങ്ങനെ ചൂടെണ്ണയില് എവനെ ഇട്ട് ഇങ്ങനെ നീന്തി നല്ല കിരികിരികിരികിരാന്നുള്ള പരുവാകുമ്പം ഇങ്ങനെ നമ്മൾ കോരി ഇങ്ങനെ പാത്രത്തിലോട്ട് അങ്ങ് വേടാൻ. സവാള അവനെ അലങ്കരിക്കണം. എന്നിട്ട് നല്ല ചൂട് ചോറും ഒരു ഇച്ചിരി അച്ചാറും അതിനകത്ത് പുളിശ്ശേരി ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. എന്നിട്ട് ആ വറുത്ത മീൻ ഇങ്ങനെ നമ്മൾ ഒരെണ്ണം പൊട്ടിച്ച് വായിലോട്ട് വയ്ക്കുക. ഇങ്ങനെ ചവച്ചോണ്ട് ഈ അച്ചാറിനകത്ത് മുക്കി ഒരു ഇച്ചിരി ചോറുണ്ട്. സത്യം പറയാനുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത്ര വലിയ കാര്യമൊന്നല്ല, അത്ര വലിയ കാര്യങ്ങളല്ലെന്നോ? ഇതൊക്കെ നമുക്ക് വലിയ കാര്യങ്ങളാണ്. ഇത് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. പിന്നെ ഞാൻ അമ്മയെ ഒന്ന് സഹായിച്ചിട്ട് എനിക്ക് ഒരു ക്ഷീണം. മാമനും പോയി കിടന്നോ. കറിയും ചോറും ഒക്കെ ആയി കഴിയുമ്പോഴേ നീ എന്നെ ഒന്ന് വിളിച്ചാ മതി. വിളിക്കാം. അതുവരെ ഞാനേ ഒന്ന് വിശ്രമിക്കാം. ചക്കൻ. ദൈവമേ, നല്ല മണം വരുന്നു. ഞാൻ ഇതെങ്ങനെ പിടിച്ചു നിൽക്കും? ഓ, എല്ലായിടത്തും വരളക്കം വരണേ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേരേ.